വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോൾ ബോഡിയിൽ ഉണ്ടാകുന്ന നമ്മുടെ 4 ശരീര അവയവങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ബോഡി ചേഞ്ചസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഈ പറയുന്ന തരത്തിലുള്ള യാതൊരുവിധ പ്രഗ്നൻസി ലക്ഷണങ്ങളും നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്പെക്റ്റഡ് പീരീഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ പോകുന്ന രക്തത്തിന്റെ അളവ് എത്രത്തോളമാണെന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് മോണിറ്റർ ചെയ്യണം. കാരണം കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ് നിങ്ങൾക്ക് ബ്ലീഡിങ് പോയിട്ടുള്ളതെങ്കിൽ ആ ബ്ലീഡിങ് നിന്നതിന് ശേഷം ചെറുതായിട്ട് പ്രഗ്നൻസിയുടെ പോലുള്ള ലക്ഷണങ്ങൾ കണ്ടുവരുന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം ചില ആളുകൾക്ക് ലൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിംഗ് ഒക്കെ ഉണ്ടായതിനു ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് കിട്ടുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടിൽ കാർഡ് ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അത് രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ടും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ സംസാരിക്കുന്നത് പ്രഗ്നൻസി സ്ട്രെച്ച് മാർക്സിനെ പറ്റിയിട്ടാണ്. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് എസ്പെഷ്യലി ഫസ്റ്റ് പ്രഗ്നൻസിയിൽ നമ്മുടെ ബോഡി എക്സ്പാൻഡ് ആവാനായിട്ടൊന്നും തുടങ്ങിയിട്ടില്ല. അതിന്റെ ഭാഗമായിട്ട് ബോഡിയിൽ ഒരുപാട് ചേഞ്ചസുകൾ ഉണ്ടാവുന്നു. ഈ കുഞ്ഞ് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുന്നതിനനുസരിച്ചിട്ടുള്ള ബോഡി ചേഞ്ചസ് കൊണ്ട് ശരീരത്തിന്റെ പല അവയവങ്ങളിൽ നിങ്ങൾക്ക് സ്ട്രെച്ച് മാർക്സ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ പ്രഗ്നൻസിയുടെ ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ ഇങ്ങനെ സ്ട്രെച്ച് മാർക്സ് കാണുന്നുണ്ടെങ്കിൽ കൂടി തന്നെ ചില സ്ത്രീകൾക്ക് അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ട് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ സ്ട്രെച്ച് മാർക്സ് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ചിലവർക്കൊക്കെ ഡേറ്റ് മിസ്സാകുന്നതിന് മുൻപ് തന്നെ ഈ ഒരു മാറ്റങ്ങളെല്ലാം ശരീരത്തിൽ വരാറുണ്ട്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തേതാണ് നമ്മളിൽ ഉണ്ടാവുന്ന ഹോർമോൺ ചേഞ്ചസ്. പെട്ടെന്ന് ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണിന്റെയും എക്സൈജി അങ്ങനെ മറ്റു പല ഹോർമോൺസിന്റെയും ഹൈക്ക് ബോഡിയിൽ ഉണ്ടാകുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള സ്ട്രെച്ച് മാർക്സ് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. രണ്ടാമതായിട്ട് ഉണ്ടാകുന്നതാണ് വെയിറ്റ് ഗെയിൻ. പ്രഗ്നൻസി ആകുന്ന സമയം മുതൽ ചില സ്ത്രീകൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്ത് വരാറുണ്ട്. ചിലർക്കൊക്കെ ക്രേവിങ്സ് ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഹങ്കറും ഭയങ്കര കൂടുതലായിരിക്കും. എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് നമുക്ക് ടെൻഡൻസീസ് ഉണ്ടാവും. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് പലർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അത്. ഈ ഹങ്കർ കൂടി വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ടുള്ള സിറ്റുവേഷൻസ് കൂടുതലാണ്. ഇങ്ങനെ വരുന്നവർക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഈ ബുദ്ധിമുട്ടുണ്ടാവുക കേട്ടോ. അടുത്ത റീസൺ ആണ് സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു എക്സ്പാൻഷൻ. അതായത് നമ്മൾ ശരീരം കൂടുതൽ അങ്ങോട്ട് സ്ട്രെച്ച് ആകാനായിട്ട് തുടങ്ങുകയാണ്. ഫസ്റ്റ് പ്രഗ്നൻസി സമയത്തൊക്കെ നമ്മുടെ ബോഡി ഒന്നും എക്സ്പാൻഡ് ആയിട്ടില്ല, യൂട്രസ് ഒന്നും അങ്ങനെ സ്ട്രെച്ച് ആവാനായിട്ട് തുടങ്ങിയിട്ടില്ല. അപ്പൊ ഇതിങ്ങനെ സ്ട്രെച്ച് ആകാനായിട്ട് തുടങ്ങുന്നതിനനുസരിച്ചിട്ട് സ്കിന്നിന്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റിയിലൊക്കെ വ്യത്യാസം ഉണ്ടാവാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. എക്സ്പാൻഷൻ നമുക്ക് ഉണ്ടായി വരുന്നതിനനുസരിച്ചിട്ട് വയറ് വലുതാവുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ സ്ട്രെച്ച് മാർക്സ് ബോഡിയിൽ ഫീൽ ചെയ്യാനായിട്ടുള്ള സിറ്റുവേഷൻസ് കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ അടുത്തൊരു റീസൺ ആണ് ഡീഹൈഡ്രേഷൻ. നമ്മുടെ ശരീരത്തിന് നല്ല മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗത്തിന് അല്ലെങ്കിൽ നല്ല ബോഡിയെ നല്ല സേഫ് ആയിട്ട് വെക്കാൻ, ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിക്ക് നമുക്ക് വെള്ളത്തിന്റെ റിക്വയർമെന്റ് ശരീരത്തിൽ ഇല്ലെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് സ്ട്രെച്ച് മാർക്സ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. നോർമലി പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് പോരാതെ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് കുഞ്ഞിന്റെ പല ആക്ടിവിറ്റീസ് ശരീരത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരുപാട് ആക്ടിവിറ്റീസ് നല്ല ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നോർമലി ഒരു 8 ഗ്ലാസ് വെള്ളമാണ് കുടിക്കുന്നതെങ്കിൽ പ്രഗ്നൻസി ആകുന്ന സമയം മുതൽ നമ്മൾ അത്രയും കുടിച്ചാൽ പോരാ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കിഡ്നി ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യേണ്ട സമയമാണത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ വെള്ളം കുടിക്കുന്നതിന്റെ അളവ് കുറയുമ്പോഴും സ്ട്രെച്ച് മാർക്സ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. ഈ റീസൺസ് ഒക്കെ കൊണ്ടാണ് ആദ്യത്തെ മാസത്തിൽ ഇതുപോലെ സ്ട്രെച്ച് മാർക്സ് ഫീൽ ചെയ്യുന്നത്. ഇനി സെക്കൻഡും തേർഡും ട്രൈമസ്റ്റർ ആകുമ്പോഴും പലർക്കും സ്ട്രെച്ച് മാർക്സ് ഡെവലപ്പ് ആയി വരാറുണ്ട്. അതിന് ഏറ്റവും ആദ്യത്തെ റീസൺ ആണ് ചിലപ്പോൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ ലെവൽ കൂടുന്ന സിറ്റുവേഷൻസ്. ഒരു 8 to 18 എന്ന് പറയുന്ന ഒരു ലെവലാണ് മോഡറേറ്റ് ആയിട്ടുള്ള അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ ലെവൽ എന്ന് പറയുന്നത്. പക്ഷേ ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത് നമുക്കൊരു 10, 11 ആ ഒരു റേഞ്ചിൽ മതി ആ ഒരു അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ ലെവൽ എന്നാണ് ഡോക്ടേഴ്സ് ഒക്കെ കൂടുതലായിട്ടും പറയുന്നത് കേട്ടോ. അപ്പൊ അതിനേക്കാളും കൂടുതൽ അളവിൽ നിങ്ങൾക്ക് അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ ലെവൽ വന്നു കഴിഞ്ഞാൽ അതും ഇതുപോലെ സ്ട്രെച്ച് മാർക്സ് ഉണ്ടാവാനായിട്ടുള്ള റീസൺ ആണ്. രണ്ടാമത്തേത് കുഞ്ഞിന് വെയിറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട്. ചില കുഞ്ഞുങ്ങൾ നമ്മളിപ്പോൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അതിനേക്കാളും ഗ്രോത്ത് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകും. ബർത്ത് വെയിറ്റ് നല്ലോണം ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ. അങ്ങനെ വയറ്റിലുള്ള കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് സ്ട്രെച്ച് മാർക്സ് ഫീൽ ചെയ്യാം. ഒപ്പം ട്വിൻ പ്രഗ്നൻസിയും ട്രിപ്പിൾസും അങ്ങനെ 1ൽ കൂടുതലുള്ള പ്രഗ്നൻസീസ് ഉണ്ടാവുന്ന സിറ്റുവേഷനിൽ സ്ട്രെച്ച് മാർക്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഇനി ഈ സ്ട്രെച്ച് മാർക്സ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ബോഡിയെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് നോക്കാം. ഷിയ ബട്ടർ, കൊക്കോ ബട്ടർ ഇതുപോലുള്ള ഐറ്റംസ് നിങ്ങൾ ബോഡിയിൽ തേച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ സ്ട്രെച്ച് മാർക്സ് വരുന്നത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ അതൊന്നും നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ നമ്മുടെ ഉണ്ടാവുമല്ലോ അടുക്കളയിൽ, എല്ലാവരുടെ അടുക്കളയിലും കോക്കനട്ട് ഓയിൽ ഉണ്ടാകും. കോക്കനട്ട് ഓയിൽ വയറിൽ നിങ്ങൾ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുന്നത് സ്ട്രെച്ച് മാർക്സ് വരുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ.
അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കുക. നമ്മൾ നോർമലി കുടിക്കുന്നത് ഒരു 8 കപ്പ് വെള്ളമാണെങ്കിൽ അത് നന്നായിട്ട് കൂട്ടിയിട്ട് ഒരു 2 to 3 ലിറ്റേഴ്സ് വെള്ളമെങ്കിലും ദിവസേന എന്നോലെ കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. സൺസെറ്റിന് മുൻപ് വെള്ളം കുടിച്ച് തീർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തത് സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. അതിൽ നിങ്ങൾ വിറ്റമിൻ സിയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. എസ്പെഷ്യലി ബ്രൊക്കോളി, സിട്രസ് ഫ്രൂട്ട്സ് ഇതൊക്കെ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. നമ്മുടെ സ്ട്രോബെറീസ്, ബെറീസ് ആണെങ്കിലും അതല്ലെങ്കിൽ നമുക്ക് ഓറഞ്ച് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഡെയിലി എന്നോണം നിങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. അടുത്തതായിട്ട് വിറ്റമിൻ ഡിയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. പാല് കഴിക്കുക, അതുപോലെ ചിക്കൻ്റെ ലിവർ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ സൺ എക്സ്പോഷർ എടുക്കാനായിട്ട് നോക്കുക. എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ്സോളം നമുക്ക് കൊള്ളാൻ പാകത്തിനുള്ള ഒരു ശരീരത്തിൽ കൊള്ളിക്കുന്നത് നല്ലതാണ്. വിറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ തന്നെ അപ്പോൾ പ്രൊഡ്യൂസ് ആയിക്കോളും. വേറെ മെഡിസിൻസ് ഒന്നും എടുക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവില്ല കേട്ടോ. അടുത്തതായിട്ട് സിങ്ക് ആണ്. സിങ്കിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരുപാട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട്. ലൈക്ക് നട്ട്സ്, ഓൾ ഗ്രെയിൻസ്, ഫിഷ് ഇതൊക്കെ ഡെയിലി എന്നോണം നിങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. എഗ്, ഫിഷ്, മീറ്റ്, ചീസ്, മിൽക്ക് അങ്ങനെയുള്ള ഐറ്റംസും ഡെയിലി നിങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. ഇനി ഈ സ്ട്രെച്ച് മാർക്സ് വരുന്നത് ഏതൊക്കെ ശരീര അവയവങ്ങളിലാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ നമ്മുടെ വയറിന്റെ ഭാഗത്ത് സ്ട്രെച്ച് മാർക്സ് ഉണ്ടാകും. പിന്നെ ഉണ്ടാകുന്നത് നമ്മുടെ ബ്രസ്റ്റിന്റെ ഭാഗത്താണ്. ബ്രസ്റ്റിന് നേരെയുള്ള ഒരു പോർഷനിലല്ല, സൈഡിലുള്ള, അതായത് ആമിന്റെ അവിടെ നിന്ന് നമ്മുടെ ഒരു കൈക്കുഴി ഉണ്ടാവും, നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ, കൈക്കുഴി ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തു നിന്നായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സ്ട്രെച്ച് മാർക്സ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. കാരണം അവിടെ നിന്നാണ് സ്കിന്ന് വലുതാവുന്നത് നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ബ്രസ്റ്റിന്റെ നിപ്പിളിന് സൈഡിലുള്ള പോർഷൻസിലായിരിക്കും ഏറ്റവും കൂടുതൽ കണ്ടുവരിക. ജസ്റ്റ് വര വര പോലെ വരുന്നതായിരിക്കും, പിന്നീടായിരിക്കും അതിങ്ങനെ കൂടി കൂടി വരുന്നത് കേട്ടോ. അടുത്തൊരു പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ തൈസിന്റെ, നമ്മുടെ ഇന്നർ തൈയുടെ പോർഷനിലുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ചിലർക്ക് ബട്ടോക്സിന്റെ ഭാഗത്തും ഇതുപോലെ സ്ട്രെച്ച് മാർക്സ് ഫീൽ ചെയ്യാം കേട്ടോ. ബട്ടോക്സിന്റെയും ഇന്നർ തൈയുടെയൊക്കെ ഭാഗത്ത് നമുക്ക് ഉണ്ടാകുന്നത് ഇതുപോലെ സ്കിന്നെ എക്സ്പാൻഡ് ആവാനായിട്ട് വെയിറ്റ് ഗെയിൻ ഒക്കെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസിലാണ് കണ്ടുവരുന്നത്. പക്ഷേ യൂട്രസിലും ബ്രസ്റ്റിലും ഒക്കെ ആണെങ്കിൽ യൂട്രസ് കുഞ്ഞിനെ ആ ഒരു ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങും. ഇനിയിപ്പോൾ ബ്രസ്റ്റിലാണെങ്കിൽ ബ്രസ്റ്റിൽ ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടുവരുന്ന ഒരു മാറ്റമാണിത്. കാരണം പ്രഗ്നന്റ് ആകുന്ന ഒരു ലേഡിക്ക് 32 ആണ് നിങ്ങളുടെ ബ്രസ്റ്റ് സൈസ് എങ്കിൽ 34 സ്വിച്ച് ചെയ്യാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രസ്റ്റ് ആ ഫസ്റ്റ് ട്രൈമസ്റ്റർ മുതൽ തന്നെ പ്രിപ്പയർഡ് ആവാനായിട്ട് തുടങ്ങും. അങ്ങനെ വരുമ്പോൾ ആ ഒരു മിഗ്ലാൻസ് ഒക്കെ നന്നായിട്ട് പ്രവർത്തിക്കുകയും സൈസ് കൂടി വരാനായിട്ടുള്ള സിറ്റുവേഷൻസ് നന്നായിട്ട് ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് രണ്ടിനെയും ആ ഒരു സൈഡിൽ പോർഷനിലൊക്കെ ഫീൽ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോൾഡറിന്റെ തൊട്ട് താഴെയായിട്ടുള്ള പോർഷനിലും ബ്രസ്റ്റിലോട്ട് എത്തണ്ട, അതിന് മുൻപഴത്തെ ഒരു പോർഷനിലാണെങ്കിലും ചെറുതായിട്ടൊരു വര പോലെയൊക്കെ ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ പ്രഗ്നന്റ് ആകുന്ന സമയത്താണ് ഇതുപോലുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നത്. ഇനി അല്ലാത്ത സിറ്റുവേഷനിലും നമ്മുടെ ബോഡി ഡ്രൈ ആവുന്ന സിറ്റുവേഷൻസിലും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ബോഡിയെ നിങ്ങൾ ഏറ്റവും കൂടുതൽ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക, മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത് മാക്സിമം നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ഫസ്റ്റത്തെ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കാണുന്നത് കളറ് ചിലപ്പോൾ പിങ്കോ റെഡിഷോ ബ്രൗണോ ഒക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ ആദ്യം ഫീൽ ആയി തുടങ്ങുന്നത്. ഒരുപാട് ഫെയർ ആയിട്ടുള്ള സ്ത്രീകൾക്ക് അതൊരു പിങ്ക് കളറുള്ള ഷെയ്ഡിൽ ചിലപ്പോൾ അനുഭവപ്പെടാം. ബാക്കിയുള്ളവർക്ക് നമുക്കൊരു മീഡിയം സ്കിൻ ടോൺ ഒക്കെ ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ ബ്രൗൺ ആയിട്ടോ അല്ലെങ്കിൽ റെഡിഷ് ആയിട്ടുള്ള ഒരു കളറിലോ ആയിരിക്കും ഇത് കൂടുതലായിട്ടും കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ അങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ഈ സ്ട്രെച്ച് മാർക്സിന്റെ വരയുടെ ഒരു വിസ്താരം നന്നായിട്ട് കൂടി വരും. ഫസ്റ്റ് ഒരു ലൈൻ പോലെ കാണുന്നത്, പിന്നെ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് സ്കിൻ എക്സ്പാൻഡ് ആവുന്ന സമയത്ത് നമ്മൾ അതിനെ നന്നായിട്ട് കെയർ ചെയ്യുന്നില്ല, വേണ്ട കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കുന്നില്ലെങ്കിൽ ആ ലൈനിന്റെ വിട്ട് നന്നായിട്ട് കൂടി ആ സ്ട്രെച്ച് മാർക്സ് നന്നായിട്ട് വിസിബിൾ ആയിട്ട് വന്നു തുടങ്ങും കേട്ടോ. അപ്പൊ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. കാര്യം ഇതിന്റെ സൈസ് നോർമലായിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ വണ്ണം കുറഞ്ഞിട്ട് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഇത് സ്ട്രെച്ച് മാർക്സ് നല്ലോണം ഒട്ടിപ്പോകുമ്പോഴേക്കും വയറിൽ ഭയങ്കര വൃത്തികേടായി പോകും. അപ്പൊ ആ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ഏറ്റവും കൂടുതൽ പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്നതാണ്. ഇനി ഈ ഒരു ലക്ഷണം ഉണ്ടാകുന്നില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്പെക്ടഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിംഗ് വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പോകുന്ന രക്തത്തിന്റെ അളവ് എത്രത്തോളം ആണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ
അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.